നമസ്കാരം. നമ്മളെല്ലാവരും സാമ്പത്തികമായി ഒരു മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? പക്ഷേ അങ്ങോട്ടേക്കുള്ള വഴി എപ്പോഴും അത്ര വ്യക്തമായിരിക്കില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോബർട്ട് കിയോസാക്കിയുടെ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന ആശയത്തെക്കുറിച്ചാണ്. ഇതൊരു തിയറി എന്നതിലുപരി നമ്മുടെ സാമ്പത്തിക ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു ഭൂപടം, ഒരു മാപ്പ് തന്നെയാണ്. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നിങ്ങൾ പണത്തിനു വേണ്ടിയാണോ പണിയെടുക്കുന്നത്, അതോ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ടോ? കാരണം ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം അത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ ദിശ തന്നെ നിർണ്ണയിക്കും. നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ കാലത്ത് നമ്മളോട് പറഞ്ഞിരുന്നതെന്താ? നന്നായി പഠിക്കുക, നല്ലൊരു ജോലി നേടുക, ജീവിതം സുരക്ഷിതമാക്കുക. അതായിരുന്നു അന്നത്തെ ഫോർമുല. പക്ഷെ ആ ഉപദേശം ഇന്നത്തെ ലോകത്ത് അത്ര പ്രായോഗികമല്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. അപ്പോൾ സാമ്പത്തികമായി മുന്നേറാൻ പുതിയ വഴികൾ വേണം. ഒരു ജോലിക്കാരൻ എന്നതിനപ്പുറം ബിസിനസ്സുകൾ ഉണ്ടാക്കാനും ഒരു നല്ല നിക്ഷേപകനാകാനും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ ചിന്താഗതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയുക? അതിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് റോബർട്ട് കിയോസാക്കിയുടെ ഈ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്. വരൂ, നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഇതാണ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്. സിമ്പിളായി പറഞ്ഞാൽ ഈ ലോകത്ത് പണം സമ്പാദിക്കുന്ന 4 തരം ആളുകളെയാണിത് കാണിക്കുന്നത്. ഇ എന്നാൽ എംപ്ലോയി, അതായത് ഒരു ജോലിക്കാരൻ. എസ് എന്നാൽ സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ ചെയ്യുന്നയാൾ. ബി എന്നാൽ ബിസിനസ് ഉടമ. പിന്നെ ഐ എന്നാൽ ഇൻവെസ്റ്റർ, അഥവാ നിക്ഷേപകൻ. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, നിങ്ങളിതിൽ ഏത് കാറ്റഗറിയിലാണിപ്പോൾ ഉള്ളത്? ഇനി ഈ ഓരോ വിഭാഗത്തിന്റെയും ഉള്ളിലേക്ക് നോക്കാം. ഇവർ ചിന്തിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് പ്രധാനം. ഈ ക്വാഡ്രന്റിലുള്ള ജോലിക്കാർക്ക് പ്രധാനം സുരക്ഷിതത്വമാണ്. ഒരു സ്ഥിരം ജോലി, ശമ്പളം, അതാണ് അവരുടെ ഫോക്കസ്. എസ് ക്വാഡ്രന്റിലുള്ളവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. സ്വന്തം ബോസ് ആയിരിക്കണം, ആരുടെയും കീഴിൽ പണിയെടുക്കരുത്. പക്ഷെ നമ്മൾ വലതുവശത്തേക്ക് വരുമ്പോൾ കഥ മാറും. ബി ക്വാഡ്രന്റിലുള്ള ബിസിനസ് ഉടമകൾ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. ഐ ക്വാഡ്രന്റിലുള്ള നിക്ഷേപകരാണെങ്കിലോ അവരുടെ പണം അവർക്കു വേണ്ടി വീണ്ടും പണമുണ്ടാക്കുന്നു. അതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും ഉയർന്ന തലം. ഈ ക്വാഡ്രന്റിനെ നമുക്ക് നടുവിലൂടെ ഒന്ന് രണ്ടായിട്ട് തിരിക്കാം, ഇടതുവശവും വലതുവശവും. ഈ വിഭജനം വെറും അക്ഷരങ്ങളെ മാത്രമല്ല, 2 വ്യത്യസ്തമായ ജീവിത രീതികളെയും പണത്തോടുള്ള 2 കാഴ്ചപ്പാടുകളെയുമാണ് വേർതിരിക്കുന്നത്. ഇടതുവശത്തുള്ള ഇ എസ് വിഭാഗക്കാരെ നയിക്കുന്നത് പ്രധാനമായും സുരക്ഷിതത്വമാണ്. ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയവും. അതുകൊണ്ടുതന്നെ സ്ഥിര വരുമാനം, ആനുകൂല്യങ്ങൾ, സേഫ്റ്റി എന്നൊക്കെ പറയുന്ന വാക്കുകൾ അവർക്ക് വളരെ പ്രധാനമാണ്. എന്നാൽ വലതുവശത്തുള്ള ബി ഐ വിഭാഗക്കാരെ നയിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന ആശയമാണ്, അവരുടെ പാഷനാണ്. അവർ പണത്തിനു വേണ്ടി പണിയെടുക്കുന്നതിനു പകരം അവർക്ക് വരുമാനം തരുന്ന ആസ്തികളും സിസ്റ്റങ്ങളും ഉണ്ടാക്കുന്നതിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. ക്വാഡ്രന്റിന്റെ ഇടതുവശത്തു നിന്ന് വലതുവശത്തേക്ക് മാറുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനത്തെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചാണ്. നിങ്ങളുടെ ഒഴിവു സമയങ്ങൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ നേരിട്ട് സ്വാധീനിക്കും. ശരി, നമുക്ക് വലതുവശത്തെ ആദ്യത്തെ ക്വാഡ്രന്റായ ബി അഥവാ ബിസിനസ് ഓണറെക്കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കാം. ഇത് നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്കായി പണം സമ്പാദിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്. ഒരു സ്വയം തൊഴിൽ ചെയ്യുന്നയാളും ഒരു ബിസിനസ് ഉടമയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ്. ഒരു ഡോക്ടറോ വക്കീലോ ആയ എസ് ക്വാഡ്രന്റിലുള്ളയാൾ ജോലി നിർത്തിയാൽ അന്നുമുതൽ വരുമാനവും നിലയ്ക്കും. കാരണം അയാൾ തന്നെയാണ് അവിടുത്തെ സിസ്റ്റം. പക്ഷെ ഒരു ബി ക്വാഡ്രന്റിലുള്ളയാൾ ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കുന്നത്. അയാൾ അവിടെ ഇല്ലെങ്കിലും ആ സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. മക്ഡൊണാൾഡ്സിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അവരുടെ ബർഗറിനേക്കാൾ ശക്തം അവരുടെ ബിസിനസ് സിസ്റ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു ശക്തമായ സിസ്റ്റം ഉണ്ടാക്കുന്നത്? അതിനൊരു കിടിലൻ വഴിയാണ് പ്രോഫിറ്റ് ഫസ്റ്റ് എന്ന ആശയം. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? വരുമാനത്തിൽ നിന്ന് എല്ലാ ചെലവുകളും കഴിഞ്ഞ് ബാക്കി വരുന്നതിനെ ലാഭമായി കാണും. എന്നാൽ ഈ രീതിയിൽ വരുമാനം കിട്ടുമ്പോൾ തന്നെ ലാഭത്തിനുള്ള ഒരു വിഹിതം അങ്ങ് മാറ്റിവെക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള പണം കൊണ്ട് ചെലവുകൾ മാനേജ് ചെയ്യാൻ പഠിക്കുന്നു. ഇതൊരു ചെറിയ മാത്രമായിട്ട് തോന്നാം, പക്ഷേ ഇത് നിങ്ങളുടെ ബിസിനസിന്റെ സാമ്പത്തിക അച്ചടക്കത്തെ അടിമുടി മാറ്റും. ഇനി നമുക്ക് ക്വാഡ്രന്റിന്റെ അവസാനത്തെയും ഏറ്റവും ശക്തമായതുമായ വിഭാഗത്തിലേക്ക് കടക്കാം, ഐ, അതായത് നിക്ഷേപകൻ. ഇവിടെയാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം അതിന്റെ എല്ലാ അർത്ഥത്തിലും നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുക. ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഓഹരി വിപണിയിലെ ദീർഘകാല വരുമാനം എടുത്താൽ അതിന്റെ ഏകദേശം 40% വരുന്നത് ഡിവിഡൻഡുകളിൽ നിന്നാണ്.
പലപ്പോഴും ആളുകൾ ഓഹരിയുടെ വില കൂടുന്നതും കുറയുന്നതും മാത്രം നോക്കിയിരിക്കുമ്പോൾ ഈ സ്ഥിരമായ വരുമാനം തരുന്ന സ്രോതസ്സിനെ അങ്ങ് മറന്നുപോകും. എന്താണ് ഈ ഡിവിഡൻഡ്? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു കമ്പനിക്ക് ലാഭം കിട്ടുമ്പോൾ അതിന്റെ ഒരു ഭാഗം അതിന്റെ ഓഹരി ഉടമകൾക്ക് വീതിച്ചു കൊടുക്കുന്നതാണ്. ഇത് നിങ്ങളുടെ പണം നിങ്ങൾക്കായി പണിയെടുക്കുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. നിങ്ങൾ ഉറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഈ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇവിടെ ചില ഉദാഹരണങ്ങൾ നോക്കാം. ഏരീസ് ക്യാപിറ്റൽ, എൻബ്രിഡ്ജ്, റിയൽറ്റി ഇൻകം ഇതുപോലുള്ള കമ്പനികൾ വർഷങ്ങളായി സ്ഥിരമായി അവരുടെ നിക്ഷേപകർക്ക് ഉയർന്ന ഡിവിഡൻഡുകൾ നൽകുന്നുണ്ട്. ഇവ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. പക്ഷേ ഇത് കാണിക്കുന്നതെന്താണെന്ന് വെച്ചാൽ, ശരിയായ നിക്ഷേപങ്ങൾ കണ്ടെത്തിയാൽ അതിലൂടെ നമുക്കൊരു സ്ഥിരമായ വരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നതാണ്. ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ വലുതായി തോന്നാം. പക്ഷേ ഓർക്കുക, ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത് ഒരൊറ്റ ചെറിയ ചുവടുവെപ്പിൽ നിന്നാണ്. വലതുവശത്തേക്ക് മാറാൻ നമുക്കിപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നില എവിടെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. കാരണം നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിഞ്ഞാലേ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റൂ. അടുത്തതായി, വരുമാനം കിട്ടുമ്പോൾ തന്നെ ഒരു ഭാഗം നിങ്ങൾക്കായി, നിങ്ങളുടെ ഭാവിക്കായി മാറ്റിവെക്കുക. ഇതിനെ പേ യോർസെൽഫ് ഫസ്റ്റ് എന്നാണ് പറയുക. പിന്നെ പഠനം ഒരിക്കലും നിർത്തരുത്. ആഴ്ചയിൽ ഒരു 5 മണിക്കൂറെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും മാറ്റിവെക്കുക. കാരണം അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ആസ്തി. അവസാനമായി, ഒരു മെന്ററെ കണ്ടെത്തുക. നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ മുൻപേ നടന്നൊരാളുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നത് നമ്മുടെ യാത്രയുടെ വേഗത ഒരുപാട് കൂട്ടും. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഭൂപടം ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇടതുവശത്തുള്ള സുരക്ഷിതത്വത്തിൽ തുടരണോ അതോ വലതുവശത്തുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് യാത്ര തുടങ്ങണോ? ആത്യന്തികമായി ആ തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ യാത്ര ഇപ്പോൾ തുടങ്ങുകയാണ്. നിങ്ങൾ ഏത് ദിശയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്?